സംസ്ഥാനത്ത് കാലവർഷം കനത്തു. കോഴിക്കോട് കടലാക്രമണം രൂക്ഷമായി. 2 ദിവസം കൂടി ഇപ്പോഴത്തെ മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതിനിടെ തിരുവനന്തപുരത്തെ ഓപ്പറേഷൻ അനന്തയുടെ പുരോഗതി ചീഫ് സെക്രട്ടറി വിലയിരുത്തി. കേരളത്തിൽ അടുത്ത 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ കേരളത്തിൽ ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി. വെള്ളക്കെട്ട് മൂലം കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കടൽക്ഷോഭത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും സഞ്ചാരികളും ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പല ജില്ലകളും കടലാക്രമണ ഭീഷണിയിലുമാണ്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ കടൽക്ഷോഭമുണ്ടായി. കനത്ത മഴയിൽ മതിലിടിഞ്ഞ് 2 പേർക്ക് പരിക്കുപറ്റി. കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. തീരദേശ നിവാസികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തലസ്ഥാനത്തെ ഓപ്പറേഷൻ അനന്തയുടെ പുരോഗതി വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ നേതൃത്വത്തിലുള്ള സംഘം കിഴക്കേക്കോട്ട, ഈഞ്ചക്കൽ, കരിമ്പടം കോളനി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കനത്ത മഴ തുടരുന്നത് ഓപ്പറേഷൻ അനന്തയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായി ചീഫ് സെക്രട്ടറി പ്രതികരിച്ചു. ഈ മഴ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ നമ്മൾ ഒരു 30-ആം തീയതി കൂടി അടുപ്പിച്ച് മഴ പ്രതീക്ഷിച്ചുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്നും ഇനി നാളെയും കൂടെ മഴ പെയ്യുന്നു പറയുന്നു. അപ്പോൾ ഈ മഴ കാരണം നമ്മുടെ ഈ ക്ലീനിങ് വർക്ക് കുറച്ച് തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേസമയം ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7 അടി വരെ തിരമാല ഉയരാൻ സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികൾ കടലിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിന് സമീപം രൂപമെടുത്ത അന്തരീക്ഷ ചുഴിയാണ് കേരളത്തെ കനത്ത മഴയ്ക്ക് കാരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.